നമസ്കാരം, പ്രീതിയാണ്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. പൊതുസമൂഹം ആഗ്രഹിച്ചതും ഷാരോണിൻ്റെ വീട്ടുകാർ ആഗ്രഹിച്ചതും ഇതേ വിധി തന്നെയാണ്. തന്നെ പ്രാണന് തുല്യം സ്നേഹിച്ച ഷാരോണിനെ ഒരു നിമിഷം കൊണ്ട് വിഷം കൊടുത്ത് കൊന്ന ഗ്രീഷ്മയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ശിക്ഷ ഇതുതന്നെയാണ്. എന്നാൽ ജസ്റ്റിസ് കമാൽ പാഷയെപ്പോലെ ചുരുക്കം ചില ആളുകൾ ഈ വിധിയെ എതിർക്കുന്നു. ഗ്രീഷ്മയ്ക്ക് 24 വയസ്സേ ആയിട്ടുള്ളൂ, ഇനിയും ജീവിതം കിടക്കുകയാണ് എന്നൊക്കെയാണ് അവരുടെ വാദങ്ങൾ. എന്നെ സംബന്ധിച്ചും വളരെയധികം സന്തോഷമുള്ള വിധിയാണിത്. ഗ്രീഷ്മ എന്ന പെൺകുട്ടി ഒരു മടിയും കൂടാതെ ഷാരോണിനെ എങ്ങനെ വകവരുത്തണമെന്ന് നാളുകളായി ഉള്ള ആലോചനയുടെ ഫലമായി അവനെ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം കൊടുത്ത് കൊന്നു. പ്രണയം വളരെ മനോഹരമായ ഒരു അനുഭൂതിയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രണയം പോലും മറ്റ് പലതിൻ്റെയും അടിസ്ഥാനത്തിലാണ്. മറ്റ് പല കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രണയം പോലും ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി. പെൺകുട്ടികളെ നമ്മുടെ അച്ഛനമ്മമാർ വളർത്തിക്കൊണ്ട് വരുന്നത് കല്യാണം കഴിപ്പിച്ചു വിടാനാണ്. കല്യാണം കഴിപ്പിച്ച് മറ്റുള്ള ഒരു വീട്ടിൽ പോയി അടുക്കളപ്പണിയൊക്കെ ചെയ്ത് കുട്ടികളൊക്കെ ഉണ്ടായി സന്തോഷമായി ജീവിക്കുന്ന ഒരു ജീവിതം ജീവിക്കാനാണ് പെൺകുട്ടികളെ സമൂഹം വളർത്തിക്കൊണ്ട് വരുന്നത്. ഈ ചിന്ത എല്ലാ പെൺകുട്ടികളുടെ മനസ്സിലേക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ കുത്തിവെക്കും. എന്നാൽ അവർ കോളേജിലൊക്കെ പോയി തുടങ്ങുന്ന കാലഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ജാതിയോ മതമോ ഒക്കെ നോക്കാതെ അവർ ആരെങ്കിലുമൊക്കെ പ്രണയിക്കും. പക്ഷേ വീട്ടുകാർക്ക് ഇതിനൊന്നും സമ്മതമായിരിക്കണമെന്ന് നിർബന്ധമില്ല. സമ്മതമുള്ള വീട്ടുകാരും ഉണ്ടായിരിക്കാം. പക്ഷേ ഭൂരിപക്ഷം ആളുകളും ജാതി, മതം, പണം, സൗന്ദര്യം ഇതൊക്കെ നോക്കിയാണ് തൻ്റെ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കുന്നത്. അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം ഗ്രീഷ്മയുടെ വീട്ടുകാരും. എന്തായാലും ഷാരോണിനെ സംബന്ധിച്ച് ഷാരോൺ ഒരു അന്യമതസ്ഥനാണ്. ഷാരോണിന് ജോലിയില്ല, പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഗ്രീഷ്മയുടെ വീട്ടുകാർ എതിർത്തിട്ടുണ്ടാവും. ഈ ബന്ധം നമുക്ക് ചേർന്നതല്ല, നിനക്ക് ഇതിലും നല്ല ബന്ധം വന്നിട്ടുണ്ട്, നീ ഇതിന് സമ്മതിക്കണമെന്ന് ഗ്രീഷ്മയോട് പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ച് അവൾ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ ഷാരോണിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളാണ്, എൻ്റെ ജീവിതം സേഫാക്കാം എന്ന് അവളും കരുതിയിട്ടുണ്ടാവും. കാരണം അവളെ തെറ്റു പറയാൻ പറ്റില്ല. സമൂഹം, വീട് ഇതെല്ലാം ഇങ്ങനെയാണ് അവളെ വളർത്തിക്കൊണ്ട് വന്നത് അല്ലേ? വിവാഹം കഴിച്ച് മക്കളൊക്കെയായി സന്തോഷമായിട്ട് ഒരു കുടുംബത്ത് പോയി ജീവിക്കുക, അതിൽ നിനക്ക് കഷ്ടപ്പാടൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയാണ് വീട്ടുകാർ ജോലിയൊക്കെയുള്ള ഒരാളെ, സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതെന്നാണ് വീട്ടുകാർ കുട്ടികളോട് പറയുന്നത്. അപ്പം മാത്രമല്ല, അന്ധവിശ്വാസം എന്ന് പറയുന്ന സാധനം സമൂഹത്തിൽ ഇങ്ങനെ മൊത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് പറഞ്ഞത്, നിൻ്റെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോകും, അതുകൊണ്ട് നീ രണ്ടാമത്തെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാരോൺ താലി കെട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. ആദ്യത്തെ ഭർത്താവിനെ അങ്ങ് കൊന്നു കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും കരുതിയിട്ടുണ്ടാവും. ഇങ്ങനെ പല ഘടകങ്ങൾ വരുമ്പോൾ ഒരു 10-22 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ നമ്മൾ കൂർമ്മ ബുദ്ധി എന്നൊക്കെ പറയാം, അറിയില്ല ഏത് ബുദ്ധിയാണെങ്കിലും അവൾ എന്തായാലും അവനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. അവളത് ചെയ്തു. അതിൻ്റെ ഫലം ഇപ്പം അവളും അവളുടെ വീട്ടുകാരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രീഷ്മ ഷാരോണിനെ കൊന്നതിന് ശേഷം എത്രയോ സംഭവങ്ങൾ സമൂഹത്തിലുണ്ടായി. യാതൊരു മാറ്റവും നമ്മുടെ സമൂഹത്തിന് വരുന്നില്ല എന്നുള്ളതാണ് നാം അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കൽക്കട്ടയിൽ ഒരു ഡോക്ടർ ഡ്യൂട്ടിയിലിരിക്കെ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്നു. ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ദൈവവിശ്വാസികളെ സംബന്ധിച്ച് ദൈവത്തിന് തുല്യമാണ് അല്ലേ? നമ്മൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ജീവിതത്തിലേക്ക് ഒരു രോഗിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു ഡോക്ടർക്ക് സാധിക്കും. അത്രയും ദൈവതുല്യനായ ഒരു ഡോക്ടറെ തൻ്റെ ഡ്യൂട്ടി സമയത്ത് നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന പ്രതിക്ക് ജീവപര്യന്തമാണ് കോടതി വിധിച്ചത്. എന്തായാലും നമ്മുടെ സമൂഹം വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക്
പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ വളർത്തേണ്ടത് അവർ വിവാഹം ചെയ്തു വിടാനും വിവാഹം ചെയ്യുന്നത് വഴി അവരുടെ ജീവിതം സെക്യൂറാക്കാനും വേണ്ടിയല്ല നമ്മുടെ പെൺകുട്ടികളെ വളർത്തേണ്ടത്. അവരെ സ്വന്തം കാലിൽ നിൽക്കാനും സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന രീതിയിൽ നന്മ ചെയ്യാനും ഒക്കെയാണ് അവരെ വളർത്തി വലുതാക്കേണ്ടത്. അതിനുശേഷം അവർ ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കട്ടെ, അവർക്ക് നല്ലതെന്ന് തോന്നുന്ന ആളെ വിവാഹം കഴിക്കട്ടെ. നമ്മൾ അതിനെ ഗൈഡ് ചെയ്യുകയേ ചെയ്യാവുള്ളൂ. നമ്മളല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് കുത്തിത്തിരികെ കൊടുക്കാതിരിക്കണം. അങ്ങനെ കുത്തിത്തിരികെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലുള്ള പ്രത്യാഘാതങ്ങൾ വീട്ടുകാരും സമൂഹവും ഒക്കെ അനുഭവിക്കേണ്ടി വരും. ഒരു നല്ലൊരു തങ്കപ്പെട്ട പയ്യനെയാണ് അവരുടെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടത്, അല്ലെ സമൂഹത്തിന് നഷ്ടപ്പെട്ടത്. അവൻ പ്രാണന് തുല്യം സ്നേഹിച്ച പെൺകുട്ടിയാണ് ഗ്രീഷ്മ. അവൻ ഒരിക്കൽ പോലും കരുതിയില്ല അവളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നെ ഇല്ലാതാക്കി കളയുമെന്ന്. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല ഇങ്ങനൊരു കാര്യം ഒരു പെൺകുട്ടി ചെയ്യുമെന്ന്. പെൺകുട്ടി ആൺകുട്ടി ആരുമായിക്കോട്ടെ, ഒരു മനുഷ്യൻ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ വീട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് തീരാ നഷ്ടമാണ്. അവർക്ക് എന്ത് തന്നെ കിട്ടിയാലും ഷാരോണിന് പകരമാകത്തില്ല. അതുകൊണ്ട് ഇനിയും നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളെ വളർത്തുമ്പോൾ, അല്ലെ കുട്ടികളെ വളർത്തുമ്പോൾ കേവലം സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലോ ജാതി മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും കുട്ടികളെ വളർത്താതിരിക്കുക. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, സമൂഹത്തിന് നന്മ ചെയ്യാൻ പഠിപ്പിക്കുക. അതിനൊക്കെ ശേഷം അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെ അവന് ആവശ്യമുണ്ടെങ്കിൽ വിവാഹം ചെയ്യട്ടെ. വിവാഹമല്ല ജീവിതത്തിൻ്റെ അവസാനമെന്ന് പറയുന്നത്. അവർ നിസ്വാർത്ഥമായി ആളുകളെ പ്രണയിക്കാൻ പഠിക്കട്ടെ. അവരുടെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ സമൂഹം കൊടുക്കാതിരിക്കട്ടെ. എല്ലാവർക്കും നന്മ ചെയ്യാൻ പഠിപ്പിക്കുക, എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി ചിന്തിക്കുക. ഇതാണ് ഗ്രീഷ്മയുടെ ഈ വധശിക്ഷാ വിധിയും ഷാരോണിൻ്റെ മരണവും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.